ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റത്തെ മൂവി ധീരം. ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തിയൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ് ധീരം. ഇന്ദ്രജിത് സുകുമാരനെ കൂടാതെ അജു വർഗീസ്, ദിവ്യ പിള്ള, നിഷാന്ത് സാഗർ, രഞ്ജി പണിക്കർ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ജിതിൻ ടി സുരേഷാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് മാർച്ച് 6 പ്രഖ്യാപിച്ചെങ്കിലും ആ ദിവസം OTTയിൽ റിലീസായില്ല. ഇപ്പോൾ ഇതാ മൂവി ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ക്രൈം ഡ്രാമ ലീഗൽ ത്രില്ലർ സൂപ്പർ ഹീറോ മൂവിയാണ് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ. മാർച്ച് 24 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് ഫങ്കി. അനുദീപ് KV സംവിധാനം ചെയ്ത് വിശ്വക് സെൻ, കയാദു ലോഹർ, നരേഷ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു കോമഡി ഫിലിമാണ് ഫങ്കി. നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 13 മുതൽ തെലുങ്ക്, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് ഫ്രൈഡേ. ഹരീഷ് വെങ്കടേഷ് സംവിധാനം ചെയ്ത് മയം ഗോപി, KPY ദീന, അനീഷ് മസിലമണി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ക്രൈം ഡ്രാമ ഫിലിമാണ് ഫ്രൈഡേ. ഒരു വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. ഒരു വെള്ളിയാഴ്ച രാത്രി ഗുണ്ടാസംഘങ്ങളിൽ ഓരോരുത്തരായി കൊല്ലപ്പെടുന്നു. ആരാണ് ഈ കൊലപാതകത്തിന് പിറകിലെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 13 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് മസ്തിഷ്ക മരണം. കൃഷാന്ത് സംവിധാനം ചെയ്ത് രജീഷ വിജയൻ, നിരഞ്ജ് മണിയമ്പിള്ള രാജു, ജഗദീഷ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു സയൻസ് ഫിക്ഷൻ ബ്ലാക്ക് കോമഡി മൂവിയാണ് മസ്തിഷ്ക മരണം. സയൻസ് ഫിക്ഷനും ആക്ഷേപഹാസ്യവും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും മസ്തിഷ്ക മരണം. സോണി ലീവ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മൂവി വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് മെയ്ഡ് ഇൻ കൊറിയ. കാർത്തിക് സംവിധാനം ചെയ്ത് പ്രിയങ്ക മോഹൻ പ്രധാന വേഷത്തിലെത്തിയ ഒരു റൊമാൻറ്റിക് അഡ്വഞ്ചർ ഡ്രാമ ഫിലിമാണ് മെയ്ഡ് ഇൻ കൊറിയ. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ വളർന്ന ഷൺബായ് എന്ന പെൺകുട്ടി തന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹപ്രകാരം ദക്ഷിണ കൊറിയയിലെത്തുന്നതും അവൾക്ക് അവിടെ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമാണ് കഥയുടെ പ്രമേയം. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴിന് പുറമെ തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലും മാർച്ച് 12 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ് ഓ റോമിയോ. വിശാൽ ഭരദ്വാജിന്റെ സംവിധാനത്തിൽ ഷാഹിദ് കപൂർ, തൃപ്തി ദിമ്രി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ആക്ഷൻ റൊമാൻസ് മൂവിയാണ് ഓ റോമിയോ. നാനാ പടേക്കർ, തമന്ന ഭാട്ടിയ, ദിഷ പട്ടാനി, വിക്രാന്ത് മസി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് അപെക്സ്. ഒരു ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അപെക്സ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് പീക്കി ബ്ലൈൻഡേഴ്സ് ദ ഇമ്മോർട്ടൽ മാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ നടക്കുന്നത്. കിലിയൻ മർഫി, ബാരി കിയോഗൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. 2026 മാർച്ച് 6 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ മൂവി നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 20 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് കെനാത്ത കനോം. യോഗി ബാബുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുരേഷ് സംഗയ്യ സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് കെനാത്ത കനോം. ഗ്രാമത്തിലെ ഒരു ക്ഷേത്ര പൂജാരിയായാണ് യോഗി ബാബു ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു മലയാളം മൂവിയാണ് പ്രകമ്പനം. ഗണപതി, സാഗർ സൂര്യ, മല്ലിക സുകുമാരൻ, അമീർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിജേഷ് വാണത്തൂർ സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി ചിത്രമാണ് പ്രകമ്പനം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് മാസം റിലീസിനാവുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. ജയൻ നമ്പ്യാരുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ്, ഷെമ്മി തിലകൻ, പ്രിയമദ കൃഷ്ണൻ, അനുമോഹൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് വിലായത്ത് ബുദ്ധ. സിനിമയിലെ പൃഥ്വിരാജിന്റെയും ഷെമ്മി തിലകന്റെയും പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു സീരീസാണ് വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ. ഒരു ലൈവ് ആക്ഷൻ സീരീസായ വൺ പീസ് ഇൻ ടു ദ ഗ്രാൻഡ് ലൈൻ സീസൺ 2 ആരാധകർ ഏറെ കാത്തിരിക്കുന്ന കഥാപാത്രമായ ചോപ്പർ ഈ സീസണിൽ എത്തുന്നുണ്ട്. മാർച്ച് 10 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് രാഹു കേതു. പുൽകിത് സ്മാർട്ട്, വരുൺ ശർമ്മ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു അഡ്വഞ്ചർ കോമഡി ഫാന്റസി ഫിലിമാണ് രാഹു കേതു. വിപുൽ വിക് സംവിധാനം ചെയ്ത ഈ മൂവി ഹിന്ദു പുരാണത്തിലെ രാഹു കേതു സങ്കല്പങ്ങളെ തമാശയോടും ഫാന്റസിയോടും കൂടിയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ 2 ഓപ്ഷനിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് മൂവിയാണ് പോക്കി. അജയ് ദിഷാൻ, പാണ്ഡ്യരാജൻ, സുനിൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിജയ് ആന്റണിയുടെ നിർമ്മാണത്തിൽ ഗണേഷ് ചന്ദ്ര സംവിധാനം ചെയ്ത മൂവിയാണ് പോക്കി.
റൊമാൻറ്റിക് കോമഡി ചിത്രമായ പോക്കിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. മാർച്ച് 13 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തൊരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഐ ആം ഗെയിം. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം മലയാളത്തിൽ ദുൽഖറിന്റെ അടുത്ത ആക്ഷൻ മൂവി എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ചിത്രീകരിച്ച ഒരു ഗ്യാങ്സ്റ്റർ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ മൂവി നിർമ്മിക്കുന്നത് വേഫറർ ഫിലിംസ് ആണ്. ഓണം റിലീസായി ഓഗസ്റ്റ് 20 റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.